ഹലോ മക്കളെ, വെൽക്കം ടു എജിപ്പോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി താമസാണ്. യെസ്, അപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ? സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത് പുതിയ ക്ലാസ് അല്ലെ, നിങ്ങൾക്ക് എല്ലാം പുതിയതായിരിക്കും. പുതിയ ക്ലാസ്, പുതിയ ഫ്രണ്ട്സ്, മേ ബി പഴയ ഫ്രണ്ട്സ് ഉണ്ടാവാം, എന്നാലും കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ പുതിയ ബുക്സ് അല്ലെ, പുതിയ ക്ലാസ് ടീച്ചർ, അങ്ങനെ മൊത്തം പുതുമയോടെ നല്ലൊരു വർഷം, പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ മിസ് നല്ലൊരു ഓൾ ദി ബെസ്റ്റ് പറയട്ടെ. നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ വളരെ നല്ലതായി തീരട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് എന്താ പറയാ, ഫിസിക്കലി ആൻഡ് മെന്റലി നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അല്ലെ, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു വർഷം ആവട്ടെ ഇതെന്ന് മിസ് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. യെസ്, അപ്പം നല്ലൊരു അടിപൊളി വർഷത്തിലേക്ക് നമ്മളിപ്പം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം തൊട്ട മുന്നേ നിങ്ങളിപ്പം നമ്മുടെ ചാനൽ പോയി നോക്കുകയാണെങ്കിൽ മിസ് ഒരു സീരീസ് ആയിട്ട് 2 വീഡിയോസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചാനൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ഹാക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ കാണാം. അതേപോലെ തന്നെ ടെക്നോളജിയ എന്ന് പറഞ്ഞൊരു വീഡിയോ കാണാം. ഓക്കെ, ടെക്നോളജിയ എന്നുള്ളത് ഇപ്പൊ ഉള്ളൊരു വേർഡ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ തമ്പ് കൊടുത്തിട്ടുള്ളത്. സോ ടെക്നോളജി എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോന്റെ അകത്ത് ഞാനൊരു 5-6 സ്റ്റഡി ടിപ്സ് അല്ലെ, നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാൻ എളുപ്പത്തിന് പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടെക്നിക്സ് ആയിരുന്നു. പൊമോഡോറോ ടെക്നിക്ക്, ഫെയ്ൻമാൻ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെക്നിക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആൾക്കാർ വേഗം തന്നെ ഇത് കഴിഞ്ഞിട്ട് ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് ഉറപ്പായിട്ടും കാണണം. വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ആ വീഡിയോ കഴിഞ്ഞ പാടെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു. അതേപോലെ തന്നെ നല്ല കമന്റ്സ് ഒക്കെ ആയിരുന്നു ഉള്ളത്. കുറെ പേര് പറഞ്ഞു ഭയങ്കര യൂസ്ഫുൾ ആയി, ആ വീഡിയോസ് നല്ല യൂസ്ഫുൾ ആയി, നിങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പം എന്താ പറയാ, ഈ ടെക്നിക്സ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും മിസ്സേ എന്ന് പറഞ്ഞവരും, ആ ടെക്നിക്സ് യൂസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികള് മിസ്സേ ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്, അപ്പൊ ഇത് ഞങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസ് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും, കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം ലാസ്റ്റ് ആ ടെക്നോളജിയ എന്ന് പറഞ്ഞ വീഡിയോനകത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ടെക്നിക്സും കൂടി ഉണ്ട്. ഇതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കാം. ഇനി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയോ കേട്ടോ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. സോ മക്കളെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ബഡി സിസ്റ്റം എന്നുള്ളതാണ്. എന്താണ് ഈ സ്റ്റഡി ബഡി സിസ്റ്റം എന്ന് പറഞ്ഞാല്, എളുപ്പമാണ്, ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഏകദേശം ഇപ്പം നമ്മുടെ ക്ലാസ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരേ ലെവലിൽ പഠിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാളും ജസ്റ്റ് ഒരു പടി മേലെയുള്ള ലെവലിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ഒരു വേരിയേഷനിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ നിങ്ങളുടെ സ്റ്റഡി ബഡ്ഡി ആക്കുക, എന്നിട്ട് അവരുടെ കൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനിപ്പോ നമുക്ക് എന്താ പറയാ, ഒരു പിയർ ലേണിംഗോ അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡിന്നോ അങ്ങനെ എന്ത് വേണേലും പറയാട്ടോ. അപ്പൊ പക്ഷെ പണ്ട് എന്നെ സ്കൂളിൽ 10th മാത്സ് പഠിപ്പിച്ചൊരു സുനിൽ സാർ ഉണ്ട്. സാറ് പറയായിരുന്നു കമ്പൈൻ സ്റ്റഡിക്ക് പോയിട്ട് അവിടെ സമൂഹവിരുദ്ധ ചിന്തകൾ ഉണ്ടാവരുത് എന്ന് പറയുമായിരുന്നു. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവിടെ സമൂഹവിരുദ്ധ ചിന്തകൾ ഉണ്ടാവുമെന്ന് സാർ എപ്പോഴും പറയുമായിരുന്നു. സാറിന് ഞാൻ ഓർക്കാണ്. അപ്പം നിങ്ങൾ പോയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം, നിങ്ങൾ അവിടെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് വാട്സപ്പിലൂടെ അല്ലെ മെസ്സേജ് അയച്ചു നോക്കാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ചോദിക്കുക, എന്തായി നമ്മൾ പഠിക്കാൻ വേണ്ടി വെച്ച ടോപ്പിക് ഇല്ലായിരുന്നോ, ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഈ സ്റ്റഡി ബഡി സിസ്റ്റം എന്ന് പറഞ്ഞാല്, ഒരുപാട് പേരെ കൂട്ടരുത് കേട്ടോ. അതൊരു ഗ്രൂപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തം നടക്കില്ല. 2-3 ആൾക്കാരുള്ള ചെറിയൊരു ടീം ആവുക. ഓക്കെ, 2-3 ആൾക്കാരുള്ള ചെറിയൊരു ടീം ആവുക. എന്നിട്ട് ആ ടീമിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഒന്ന് ചൂസ് എ ക്ലാസ്മേറ്റ് വിത്ത് സിമിലർ ഗോൾസ്. അതായത് നിങ്ങളെ പോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ വേണം എടുക്കാനായിട്ട് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരോട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഉഴപ്പി പോകരുത്. അതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ അകത്ത്. സോ ഉഴപ്പി പോകരുത്. നിങ്ങളെ പോലെ തന്നെ പഠിക്കാൻ എന്താ പറയുക, ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് ഡൗൺ ആകുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ വേണം ചൂസ് ചെയ്യാൻ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കാൻ വേണ്ടി കഴിയണം. പിന്നെ ഇൻ കേസ് ഒരു ദിവസം നമ്മൾ ലീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് ഷെയർ ചെയ്യാൻ മടിയില്ലാത്തപ്പോൾ ചില ക്ലാസ്സിൽ ചില ആൾക്കാരുണ്ടാവും, എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് നോട്ട്സ് തരുകയില്ല. അങ്ങനത്തെ ഫ്രണ്ട്സിനൊന്നും ദയവ് ചെയ്തിട്ട് സ്റ്റഡി ബഡി ആക്കി എടുക്കാതിരിക്കുക. അവർ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും.
സോ എന്ത് ചെയ്യുക, നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന രീതിയിൽ, അതേപോലെ തന്നെ നിങ്ങളെ ഒരു സ്റ്റഡി ബഡ്ഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാനുള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഡൗട്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിച്ചത് അല്ലെ, അപ്പൊ അവർക്ക് പഠിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, സോ അത് നിങ്ങൾ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയുന്നുണ്ടാവില്ല ഇത്, അപ്പൊ അതെന്ത് ചെയ്യുക, അത് ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. സെറ്റ് എ വീക്ക്ലി സ്റ്റഡി ഗോൾ ലൈക്ക് ഫിനിഷ് ഹിസ്റ്ററി ചാപ്റ്റർ 3. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾ നമുക്കിടാ ഈ ഒരു ആഴ്ചയിൽ ഹിസ്റ്ററിന്റെ 3ാമത്തെ ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുക. സൺഡേന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഹിസ്റ്ററി 3rd ലെസൺ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ. പിന്നെ ക്വിസ് ഈച്ച് അതർ, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഷെയർ നോട്ട്സ്, എക്സ്പ്ലെയിൻ ഡൗട്ട്സ് ടു വൺ അനദർ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ അങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ചിലപ്പം ആ കുട്ടി ഫ്രഞ്ച് റെവല്യൂഷൻ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ ആ കുട്ടി ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേംസിൽ നിൽക്കുക കേട്ടോ. അതൊരിക്കലും അൺഹെൽത്തി ആയ ഒരു മത്സരത്തിലേക്ക് പോകരുത്, ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിൽ പോവാ കേട്ടോ. അപ്പൊ ഇതും ഒരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടുത്തത് ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ദിവസത്തിനെ എന്താ പറയാ ഇത്രയുള്ള ടൈം ബ്ലോക്സ് ആക്കി വെക്കുക കേട്ടോ. നമ്മുടെ പൊമോഡോറോ ടെക്നിക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിനോടൊക്കെ ഏകദേശം സിമിലർ ആണ്. അതായത് ഒരു ദിവസത്തില് ഈ സമയം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതായത് ഈ സമയത്ത് ഞാൻ ഇന്ന കാര്യമേ ചെയ്യുള്ളൂ, ഈ സമയത്ത് ഞാൻ ഇതേ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള കാര്യം. പിന്നെ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലേബറിന്റെ ഒക്കെ വാങ്ങിച്ച് പഠിക്കുന്ന ഒരാളായിരുന്നു. സോ അതിൻ്റെ അകത്ത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്തെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന ടേബിളിൽ ഇരുന്നിട്ട് പഠിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യരുത്. അതായത് ചില ആൾക്കാരുണ്ടാവും പഠിക്കുന്ന ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന, എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുന്ന, ഫോണിൽ വേറെ വീഡിയോ കാണുന്ന. ഒരു കാരണവശാലും നമ്മൾ പഠിക്കുന്ന ടേബിളിൽ വെച്ചിട്ട് അതൊന്നും ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അമ്മ നമ്മൾ പഠിക്കുമ്പോൾ സ്നേഹത്തോടെ എന്ത് ചെയ്യും, എന്തെങ്കിലും ഫുഡൊക്കെ തിന്നാൻ വേണ്ടി കൊണ്ടുതരും. ആ സമയത്തും പഠിക്കുന്ന ടേബിളിൽ വെച്ച് അത് തിന്നരുത്. തിന്നാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബ്രേക്ക് എടുക്കുമല്ലോ, ചെറിയൊരു 5 minutes ബ്രേക്ക് എടുക്കുമല്ലോ, ആ സമയത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മാത്രം അതെടുത്ത് കഴിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ടിപ്പല്ല, ഞാൻ പണ്ട് ലേബർ ഇന്ത്യയിൽ എന്തോ വായിച്ചിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഓക്കെ, അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞുള്ളൂ. സോ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡേനാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈം ടേബിൾ പോലെ വെച്ചിട്ട് അതിന് ഈ സമയത്ത് ഇന്നത് ചെയ്യണം, അല്ലെ ഈ ഒരു സമയത്ത് ഞാൻ എഴുന്നേൽക്കും, ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അതാണ് കേട്ടോ ഡിവൈഡ് യുവർ ഡേ ഇൻ ടു ബ്ലോക്സ്. അതായത് 4 to 5 PM മാത്സ് പഠിക്കാം, പിന്നെ 5 to 5:15 ബ്രേക്ക് എടുക്കുക. നമ്മളിപ്പോൾ പൊമോഡോറോ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു വലിയ വേർഷനാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ സമയം 4 to 5 ആകുമ്പം സയൻസ് ചാപ്റ്റർ 4 പഠിക്കാം, 5 to 5:15 അത് നമുക്ക് 5 minutes ബ്രേക്കേ ആവശ്യമുള്ളൂ. പൊമോഡോറോ ടെക്നിക് ആകുമ്പോൾ 25 minutes പഠിക്കുക, 5 minutes ആണ് നിങ്ങൾ ബ്രേക്ക് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ 5:15 to 6 ആകുമ്പോൾ സോഷ്യൽ സയൻസ്. സോ ഇങ്ങനെ നിങ്ങൾ ഏകദേശം ടൈം ടേബിൾ ആക്കി വെക്കുക. അതാണ് നമ്മൾ ടൈം ബ്ലോക്കിംഗ് അതിനോട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് കമന്റിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്, അപ്പം എന്ത് ചെയ്യുന്നുള്ളത്. സോ ട്യൂഷന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി വെക്കാൻ, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കാനുള്ള അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് എക്സാം ആകുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്യും എന്നുള്ള പേടി വരാതിരിക്കാൻ വേണ്ടിയൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഹെൽപ്സ് മാനേജ് സ്കൂൾ, ട്യൂഷൻ ആൻഡ് ഹോം സ്റ്റഡി. സോ ഇത് മൂന്നിനും ട്യൂഷന് പോകുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് പഠിക്കേണ്ട എന്നുള്ള വല്ല തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചോളൂ. അത് വെറും തെറ്റിദ്ധാരണ തന്നെയാണ്, അത് മാറ്റി വെച്ചോളൂ. ട്യൂഷന് പോകുന്നത് നമ്മൾ അവിടെ ഇരുന്ന് ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യണം കേട്ടോ. വീട്ടിൽ നിന്നിട്ട് പഠിക്കാതിരിക്കരുത്. ഞാൻ ട്യൂഷന് പോകുന്നുണ്ടല്ലോ, അവിടെ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ, ഇപ്പൊ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ആപ്പിലാണെങ്കിൽ ആപ്പിൽ മാത്രം കണ്ടിട്ട് ഇരിക്കരുത്, ആപ്പിലും കാണണം. നിങ്ങൾ സെൽഫ് സ്റ്റഡി, സ്വന്തമായിട്ടുള്ളൊരു പഠിത്തം എന്തായാലും നടത്തണം കേട്ടോ. അടുത്തത് പാസ്റ്റ് പേപ്പർ പ്രാക്ടീസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴേ ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷെ എക്സാം ആകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒന്നുകൂടെ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുക കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കും, മിസ് ഞങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് അല്ലേ, ഞങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾക്ക് എവിടുന്നാ കിട്ടുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ ഒന്നും വിചാരിച്ച് വിഷമിക്കരുത്. ഇംഗ്ലീഷിന്റെ ഇപ്പൊ ലാംഗ്വേജസിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ അത് ശരിയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടാൻ വിഷമമാണ്. പക്ഷേ സയൻസും സോഷ്യൽ സയൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിടുന്നതാണെങ്കിലും അതിന്റെ പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
കോൺസെപ്റ്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നിങ്ങൾക്ക് കുറിച്ച് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ടോപ്പിക് ഉണ്ടെന്നാണെങ്കിൽ, ഫോട്ടോസിന്തസിസ് നിങ്ങൾ ഏത് കാലത്ത് എവിടെ നോക്കി പഠിച്ചാലും സെയിം തന്നെയാണ്, അതിന്റെ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പം ഈ വർഷം അല്ലെങ്കിൽ ആ കഴിഞ്ഞ വർഷം മാറിയതാണോ എന്നുള്ളത് വിചാരിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സബ്ജക്ട്സ് കേട്ടോ, സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് മുന്നേ ഉള്ളതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏകദേശം ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ശരിയാണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ്, അപ്പം ബുദ്ധിമുട്ടാണ്, എന്നാലും ഇത് എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ കുറച്ച് വർഷം മുന്നത്തിലും കോൺസെപ്റ്റ്സ് ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജസിനൊന്നും ഇത് വർക്കാവില്ല. അല്ലാതെ എന്തിന് നമ്മുടെ സയൻസ്, മാത്സ്, പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്ട്സിനൊക്കെ ഇത് ഏകദേശം വർക്ക്ഔട്ട് ആവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഗോൾ ബേസ്ഡ് ലേണിംഗ് ആണ്. ഗോൾ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പം ഈ ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും പോർഷൻസ് പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും എന്നുള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഗോൾ ഓറിയന്റഡ് ആവുക കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും വെറുതെ പഠിച്ചു പോവാന്നുള്ളതല്ലാണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഈ ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. സോ ഇവിടെ കണ്ടോ, യെസ്, ഫിനിഷ് ബയോളജി ചാപ്റ്റർ 2 ബൈ ഫ്രൈഡേ അല്ലേ, വെള്ളിയാഴ്ചനുള്ളിൽ ചാപ്റ്റർ 2 തീർക്കുക. റിവൈസ് ഇംഗ്ലീഷ് പോയംസ് ദിസ് വീക്കെൻഡ്, ഈ വീക്കെൻഡിൽ ഇംഗ്ലീഷ് പോയംസ് റിവൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത് എഴുതി വെക്കുക, ആ ഗോൾ എഴുതി വെക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ആവുമ്പം ഒരു ടിക്ക് മാർക്ക് ഇടുക. എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആവുമ്പം ഒരു ടിക്ക് മാർക്ക് ഇടാം. ഈ ടിക്ക് മാർക്ക് ഇടുന്നതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ടിക്ക് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് നമുക്ക് മെന്റലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ. എനിക്ക് പേഴ്സണലി ഭയങ്കര മെന്റലി സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ടാസ്കിന് ഇങ്ങനെ ടിക്കിട്ട് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തോ അല്ലെങ്കിൽ ടിക്കിട്ടോ കാണുമ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും കേട്ടോ. കണ്ടോ? സോ മേക്സ് ലേണിംഗ് മോർ ഫോക്കസ്ഡ്, ഗിവ് എ സെൻസ് ഓഫ് അച്ചീവ്മെന്റ്, നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. കീപ് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഞാൻ ഇത്രയൊക്കെ എന്നെ കൊണ്ട് ഇത് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിൽ തോന്നും. ഓക്കെ, അത് ഭയങ്കര മോട്ടിവേഷനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക പറയുമ്പോൾ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നതിനേക്കാളും ഇൻട്രിൻസിക് മോട്ടിവേഷൻ, സെൽഫ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം കൂടുന്ന ഒരു കാര്യമാണ്. സോ ഇതും എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് പറയാനുള്ളത് ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ചാണ്. എന്താണ് ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫോണിൽ നമ്മൾ ഇപ്പം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണോ അല്ലെങ്കിൽ ടാബോ സിസ്റ്റമോ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അല്ലേ. സോ ഡിജിറ്റൽ എന്ന് പറയുമ്പം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡീടോക്സ് എന്ന് പറയുമ്പം? ഇപ്പം ടോക്സിക് ആയിട്ടിരിക്കുക പറയുമ്പോൾ ഒരു വിഷം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അഡിക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. സോ ഡീടോക്സ് എന്ന് പറയുമ്പം, ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീൻ ടൈം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫോണിന്റെ യൂസ് എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഫോൺ എന്തായാലും നമുക്ക് പാടെ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലേ. ഫോൺ ഇല്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് ടാബ് ഇല്ലാണ്ടോ ലാപ്പ് ഇല്ലാണ്ടോ പഠിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്ക് പല കാര്യങ്ങൾക്കും റെഫർ ചെയ്യാൻ മെറ്റീരിയൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലോ ഒക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഡിവൈസസ് നിർബന്ധമാണ്. പക്ഷേ ആ ഡിവൈസസ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ, ആ ഡിവൈസസ് എന്താ പറയാ, നമ്മുടെ ഫോക്കസ് പോവാതെ ശ്രദ്ധ പഠിത്തത്തിൽ വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഇതിലേക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആക്കിയിടുക. ഫോണിൽ വരുന്ന, ഇപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഗെയിമിൻ്റെ ആപ്സ് എന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പ് എന്നായിരിക്കാം. സോ ഏതാണെങ്കിലും മെയിൻലി വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒന്നും ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, എന്നാൽ പോലും വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിട്ട് അത് മറക്കണ്ട. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ ഡീടോക്സിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അത് മിസ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ എന്താണ്, ഈ കാര്യം എന്തായാലും ഓർത്ത് വെച്ചോളാം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫ് ആക്കിയിടുക, അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഇതെങ്ങനെയാണ് നോട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ് ഓഫ് ചെയ്യുക, അതേപോലെ തന്നെ വേറെ
വേറെയും കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ എല്ലാവരുടെയും ഫോണിലുള്ളത് തന്നെ ഉണ്ട്. അതൊക്കെ മിസ് എന്തായാലും പറഞ്ഞു തരുന്നത് വേറെ വീഡിയോയിൽ ചെയ്യാം. സോ ഇത്രയൊക്കെ ടിപ്സും ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് ഒട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, ഇനി നാളെ ആവട്ടെ, നമുക്കിപ്പം എന്താ പറയാ, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോ തുറന്നിട്ടല്ലേ ഉള്ളൂ, നാളെ പഠിക്കാം, നാളെ ആവുന്ന സമയത്ത് വിചാരിക്കും 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, വെള്ളിയാഴ്ചത്തേക്ക് പഠിക്കാം. അങ്ങനെ 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 നീണ്ടു പോകരുത്. അവസാനം എക്സാം ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഈ സാധനം മുഴുവൻ ഉണ്ടാവും. സോ അതിന് നിൽക്കരുത്, ഇപ്പോഴേ മെല്ലെ 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 പഠിച്ചു തുടങ്ങുക കേട്ടോ. സോ പയ്യെ തിന്നാ പനയും തിന്നാനാണല്ലോ, അതുകൊണ്ട് മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുക. പഠിച്ച് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരേപോലെ ഒരു ലെവലിൽ ഇങ്ങനെ പഠിച്ചു പോകാൻ വേണ്ടി നോക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മാർക്കും നല്ല സ്കോറും ഒക്കെ ഈ ഒരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളതിൽ മിസ്സിന് ഉറപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും പറയാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇനി നമ്മുടെ ഡിജിറ്റൽ ഡീറ്റോക്സിന് വേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ അതും പറയാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, it's me, Varnita, signing off. Bye.